കോതമംഗലം പ്രതിഷേധ കേസിൽ ജാമ്യം കിട്ടിയ കോൺഗ്രസ് നേതാക്കളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം. പോലീസ് വാഹനം തകർത്ത കേസിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതോടെ കോടതി പരിസരത്ത് സംഘർഷമുണ്ടായി. ഷിയാസും മാത്യു കുഴനാടനും കോടതിയിലേക്ക് ഓടിക്കേറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിപ്പിച്ചു. മൗസീന അസുണ്ട് വിവരങ്ങൾ നൽകാനായി. മൗസീന, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ഈ DCC പ്രസിഡന്റിനെയും മാത്യു കുഴനാടനെയും അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് സമാനമായ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ആ കോടതി വളപ്പിൽ ഉണ്ടായത്. ഇപ്പോൾ കോടതിയിൽ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് നടക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. കോൺഗ്രസ് കോതമംഗലം നടത്തിയ പ്രതിഷേധവുമായി മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ന് മാത്യു കുഴനാടൻ MLAക്കും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനും കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനുശേഷം ഇരുവരും പുറത്തേക്കിറങ്ങിയ മാധ്യമങ്ങളെ കണ്ട് വീണ്ടും തിരികെ നടന്നു പോകുമ്പോഴാണ് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് ഈ മുഹമ്മദ് ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടി മുഹമ്മദ് ഷിയാസും മാത്യു കുഴനാടൻ MLAയും കോടതിക്കകത്തേക്ക് ഓടിച്ചേർന്ന ഒരു രംഗമാണ് ഇവിടെ കണ്ടത്. ഇതിനുശേഷം ഇതുവരെയും ഇപ്പോൾ ഇരുവരും അതുപോലെ മറ്റു കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം കോടതിയിൽ ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം നിൽക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അർദ്ധരാത്രി, അതായത് കഴിഞ്ഞ ദിവസം ഉപവാസ സമരത്തിനിടെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഈ പോലീസ് വാഹനം തകർത്തിരുന്നു. അതുപോലെ തന്നെ പോലീസ് വാഹനത്തിന്റെ താക്കോൽ എടുത്തിരുന്നു. ഇത് താക്കോൽ മോഷ്ടിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്നതടക്കമുള്ള കേസുകൾ, വാഹനം നശിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 3 പേരെ അറസ്റ്റ് ചെയ്തവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കേസിൽ ആണ് ഷിയാസിനെയും പ്രതി ചേർത്ത് ഇപ്പോൾ അറസ്റ്റിനുള്ള കസ്റ്റഡിയെടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ കോടതിക്കകത്ത് കയറിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ജാമ്യം ലഭിച്ച ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും കോടതിക്കകത്ത് തന്നെ തുടരുകയാണ്. പുറത്ത് പോലീസ് സന്നാഹവും ഇരിക്കുന്നുണ്ട്. ഈ കേസിൽ, അതായത് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അങ്ങനെ ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. നോക്കൂ മൗസീന, ഇത് എറണാകുളം DCC പ്രസിഡന്റാണ് മറ്റൊരാൾ മൂവാറ്റുപുഴ MLA. അപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ സ്വാഭാവികമായി അപ്രതീക്ഷിതമായ നീക്കം നടത്തുമ്പോൾ, പോലീസിന്റെ ഭാഗം നീക്കം നടത്തുമ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷഭാരിതമായ നീക്കങ്ങളുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ. നിലവിൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പോലീസും സേനയും ഈ പല ഭാഗങ്ങളിലായി കോടതിയുടെ അങ്കണത്തിലും അതുപോലെ തന്നെ പുറത്ത് റോഡിലും കൂടുതൽ പോലീസ് സന്നാഹവും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ മുഹമ്മദ് ഷിയാസിന് ജാമ്യം നിഷേധിക്കുകയോ റിമാൻഡിലേക്ക് പോവുകയോ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അജീബ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട സമാനമായ രീതിയിൽ വലിയൊരു സംഘർഷത്തിലേക്കാകും ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആണ് പോലീസ് കൂടുതൽ സേന അംഗങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, സുരക്ഷയ്ക്കായി കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ, അതായത് പ്രവർത്തകരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു പക്ഷേ ആ കേസിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ റിമാൻഡിൽ പോകാനുള്ള സാധ്യത. റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൗസീന, എപ്പോഴായിരിക്കും ഈ കോടതിയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുക? കാരണം ഈ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണോ? ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സ്ഥിതി എന്താണ് അവിടെ കോടതിക്കുള്ളിൽ? നിലവിൽ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും 2:30 കോടതി നടപടിക്രമങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ശേഷമാകും ഈ കേസ് എന്താണ് ജഡ്ജ്മെന്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും കോതമംഗലം പ്രതിഷേധ കേസിൽ ജാമ്യം കിട്ടിയ കോൺഗ്രസ് നേതാക്കളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നീക്കം. പോലീസ് വാഹനം തകർത്ത കേസിലാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതോടെ കോടതി പരിസരത്ത് സംഘർഷമുണ്ടായി. ഷിയാസും മാത്യു കുഴൽനാടനും കോടതിയിലേക്ക് ഓടിക്കേറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിപ്പിച്ചു. 2:30 തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോതമംഗലത്ത് നിന്നും മുഹ്സീന.